ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം തിരുവചനം. ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വേഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാവും. പിതാവായ ദൈവം വിവാഹമെന്ന കൂദാശയുടെ പവിത്രതയെക്കുറിച്ച് വളരെ ശക്തമായി നൽകുന്ന ഒരു വചനഭാഗമാണ് ഇത്. ഇന്നത്തെ ലോകത്തിൽ വിവാഹമെന്ന കൂദാശയ്ക്ക് പുറത്ത് വെച്ച് വിവാഹം കഴിക്കാതെ തന്നെ അവിഹിതമായ വേഴ്ചയിലൂടെ മക്കളെ സൃഷ്ടിക്കാമെന്ന് ലോകം കരുതുമ്പോൾ, ദൈവമായ കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്, അങ്ങനെ ഉണ്ടായിരിക്കുന്ന മക്കൾ അന്ത്യവിധിയിൽ ദൈവം ഈ ലോകത്തെ വിചാരണ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്കെതിരെ, അവരുടെ സൃഷ്ടിച്ച മാതാപിതാക്കൾക്കെതിരെയുള്ള സാക്ഷികളായി ആ മക്കൾ നിൽക്കും. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളും, ഈ വചനം പങ്കുവയ്ക്കുന്ന എല്ലാ മക്കളും നമ്മുടെ ജീവിതത്തെ ഒന്ന് ആത്മശോധന ചെയ്യേണ്ട സമയമാണ്. അന്ത്യവിധിയുടെ സമയം. മക്കൾ നമ്മൾക്കെതിരെയുള്ള സാക്ഷികളായി മാറുമോ? ഈ ലോകത്തിൻ്റെ നിയമങ്ങൾ, പിശാച് അവിഹിത വേഴ്ചയിലൂടെ നീ മക്കളെ സൃഷ്ടിച്ചോ എന്ന് പറയുമ്പോൾ അവനറിയാം, ആ മക്കൾ തന്നെ മാതാപിതാക്കൾക്ക് സാക്ഷികളായി വിധിവാചകത്തിൽ മുദ്ര കുത്തുമെന്ന്. നമ്മുടെ ജീവിതം ദൈവത്തോട് ചേർന്നുള്ളതാകാം, നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞുള്ള ജീവിതമാകാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും എത്തിക്കുന്നതിനുള്ള നിങ്ങളുടെ ശ്രമമായി മാറുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.